ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെയാണ്, ടെൻഷൻസ് ഒന്നും വേണ്ട, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അല്ലെ, മുന്നേ പഠിച്ച ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ചെടികളിലെ 2 തരത്തിലുള്ള വേരുകളെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം വേരുകൾ, അതുപോലെ തന്നെ ഇലകളുടെ സ്ഥിരാവിന്യാസം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഏരിയാസ് ആണ്. നമുക്ക് പെട്ടെന്നായിട്ട് ഇതൊന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ 2 തരത്തിലുള്ള സ്ഥിരാവിന്യാസമാണ്, വിനേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ജാലികാ സ്ഥിരാവിന്യാസം, അതേപോലെ തന്നെ എന്താണ് സമാന്തര സ്ഥിരാവിന്യാസം. ഇതില് ജാലികാ സ്ഥിരാവിന്യാസം, റെക്ടിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇലകളിൽ വളക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സ്ഥിരാവിന്യാസമാണ് നമ്മൾ ജാലികാ സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ലൈക്ക് വിനേഷൻ, എന്താണ് നെറ്റ്വർക്ക് ലൈക്ക് വിനേഷൻ ആണ്. എന്നാൽ സമാന്തര സ്ഥിരാവിന്യാസം എന്ന് പറയുമ്പോഴോ പാരലൽ ആണ് അല്ലെ, പാരലൽ ആണ്, സമാന്തരമായിട്ടാണ് സ്ഥിരകൾ കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വീനേഷൻ പഠിച്ചിരിക്കുന്ന മക്കളോടുത്ത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വീനേഷനും നമ്മുടെ റൂട്ട് സിസ്റ്റവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ, തായ് വേര് പടലം. എന്താ അത്? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേര് പടലം. അപ്പൊ തായ് വേര് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു വേര് കാണാൻ വേണ്ടി പറ്റും അല്ലെ, ഒരു ലാർജർ ടാപ്പ് റൂട്ട് കാണാം. അതിനകത്തുനിന്ന് സ്മാളർ ബ്രാഞ്ചസ് എന്ത് ചെയ്യും, ഗ്രോയിങ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ വേറൊരു തരത്തിലുള്ള റൂട്ട് സിസ്റ്റമാണ്, അതായത് റൂട്ടിലെ മറ്റൊരു റൂട്ട് സിസ്റ്റമാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഥവാ നാരുവേര് പടലം എന്ന് പറയുന്നത്. എന്താണ്? നാരുവേരാണ് അല്ലെ. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് രൂപപ്പെടുന്നവയാണ് ഈ പറയുന്ന നാരുവേര് പടലം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്താണ്, നാര് പോലെയാണ് ഇരിപ്പുണ്ടാവുക. The fibrous root system includes a cluster of similar roots growing from the base of the stem. എല്ലാം എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു പ്രധാന വേരൊന്നും കാണാൻ പറ്റില്ല. എല്ലാം എന്താണ്, നാര് പോലെയുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലമുള്ള ചെടിക്ക് എന്തായിരിക്കും ഉണ്ടാവുക, പാരലൽ വിനേഷൻ ആയിരിക്കും. ടാപ്പ് റൂട്ട്, തായ് വേര് പടലമുള്ള ചെടിക്കോ റെക്ടിക്കുലേറ്റ് വിനേഷനും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ്, ഫൈബ്രസ് ആണെങ്കിൽ പാരലൽ, ടാപ്പ് റൂട്ട് ആണെങ്കിൽ റെറ്റിക്കുലേഷൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഇടാം. ഇപ്പൊ മിസ് പഠിച്ചു വെക്കുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് താർ എന്നാണ്. എല്ലാവർക്കും താർ എന്ന് പറയുന്ന കാറ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ താർ എന്ന് പറയുമ്പോൾ ടാപ്പ് റൂട്ട്, റെക്ടിക്കുലേറ്റ്, അങ്ങനെ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ താർ എന്ന് ഓർത്ത് വെക്കുക. ടാപ്പ് റൂട്ട്, നാരുവേര് പടലം, അതെന്തിലാണ്, തായ് വേര് പടലം, അതെന്തിലാണ് ഉണ്ടാവുക, റെക്ടിക്കുലേറ്റ് അല്ലെ, ജാലികാ സ്ഥിരാവിന്യാസത്തിൽ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മാറിപ്പോവരുത്. ടാപ്പ് റൂട്ട് തായ് വേര് പടലമാണ് ടാപ്പ്, അതേപോലെ തന്നെ റെക്ടിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.